ആശാ വർക്കർമാരുടെ സമരം അതിജീവനത്തിന് ഉള്ളതാണെന്നും അതിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. കേരളത്തിന്റെ പുകഴ്പെറ്റ സാമൂഹിക ആരോഗ്യ രംഗത്തെ മുന്നണി പോരാളികളാണ് ആശാ വർക്കർമാർ. കോവിഡും നിപ്പയും ഉണ്ടായപ്പോൾ അവരുടെ സേവനത്തിന്റെ മഹത്വം കേരളം തിരിച്ചറിഞ്ഞതാണ്. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതൊന്നും തിരിച്ചറിയുന്നില്ലെന്നും മുഖ്യമന്ത്രിയും സർക്കാരും ആശാ വർക്കർമാരുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും എം പി പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരം അതിജീവനത്തിലുള്ളതാണെന്നും സമരത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. കഴിഞ്ഞ 13 ദിവസമായി ആശാവർക്കർമാർ സമരത്തിലാണ്. PSC അംഗങ്ങൾക്കും സർക്കാർ അഭിഭാഷകർക്കും ശമ്പളവും ഡൽഹിയിലെ കേരള പ്രതിനിധിക്ക് വാർഷിക യാത്രാഭത്തയും വർദ്ധിപ്പിക്കാൻ അത്യുത്സാഹം കാട്ടിയ മുഖ്യമന്ത്രിയും സർക്കാരും ആശാവർക്കർമാരുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും KPCC വർക്കിംഗ് പ്രസിഡന്റും കൂടിയായ കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. മനുഷ്യത്വപരമായ സമീപനം ഇവരുടെ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കണം. ശമ്പള വർധന, വിരമിക്കൽ ആനുകൂല്യം എന്നീ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് പ്രശ്നപരിഹാരത്തിന് സർക്കാർ തയ്യാറാകണം. ആശാവർക്കർമാരുടെ സമരത്തോട് വൈരാഗ്യബുദ്ധിയോട് പെരുമാറുന്നത് കടുത്ത അനീതിയാണ്. വിലക്കയറ്റത്തിൽ ജീവിത ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ സർക്കാർ ഇപ്പോൾ ഓണറേറിയമായി നൽകുന്ന 7000 രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ പുകഴ്പെറ്റ സാമൂഹിക ആരോഗ്യ രംഗത്തെ മുന്നണി പോരാളികളാണ് ആശാവർക്കർമാർ. കോവിഡും നിപ്പയും ഉണ്ടായപ്പോൾ അവരുടെ സേവനത്തിന്റെ മഹത്വം സംസ്ഥാനം തിരിച്ചറിഞ്ഞതാണ്. എന്നാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ല. മോദി സർക്കാരും പിണറായി സർക്കാരും ഒറ്റക്കെട്ടായി ആശാവർക്കർമാരെ കൈവിട്ടതുകൊണ്ടാണ് അവർക്ക് സമരം ചെയ്യാനായി നടുത്തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.